പിന്നെ മനുഷ്യന് അവന്റെ ഇൽമ് നേടിയെടുക്കുന്നത് 5 മാർഗങ്ങളിലൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പകാലം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. 5 കാര്യങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും ഒരു കാര്യത്തെക്കുറിച്ച് അറിയുക. ഒരു വസ്തു എന്താണെന്ന് നമ്മൾ അറിയാൻ നമ്മുടെ മുമ്പിൽ ഭൗതികമായി 5 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് തൊട്ടറിവ്, അല്ലേ? തൊട്ടറിവ്. ഒരു വസ്തു തൊട്ടുനോക്കിയിട്ട് നമ്മൾ ചൂടുണ്ടോ എന്നൊക്കെ തൊട്ടുനോക്കിയിട്ട് അറിയും. പിന്നെ ഒരു വസ്തുവിന്റെ രുചിച്ചറിവ്, കേട്ടോ, രുചിച്ചറിവ്. പിന്നെ മണത്തറിവ്, അല്ലേ? പിന്നെ കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, രുചിച്ചറിവ്, മണത്തറിവ്. ഇങ്ങനെ 5 അൽ ഹവാസുൽ ഖംസ് എന്ന് അതിന് പറയാം. അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എന്നാൽ അവയുടെയും അപ്പുറത്തുള്ള കാര്യങ്ങളാണെന്ത്? ഗൈബ്. ഖബറിൽ ശിക്ഷയുണ്ട്, ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാവില്ല. സ്വർഗം, നരകം, നന്മതിന്മകൾ, തൂക്കൽ, സിറാത്ത് പാലം, പരലോകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ മനുഷ്യ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണമല്ല. അതുകൊണ്ട് ലോകത്തൊരാൾക്കും എത്ര യോഗം കൂടി തലപുകഞ്ഞ് ആലോചിച്ചാലും കിട്ടാത്ത കാര്യങ്ങളാണെന്ത്? ഗൈബ്. അത് പഠിപ്പിക്കാനാണ് ഇവിടെ അല്ലാഹു തആല കാലാകാലങ്ങളിൽ ആരെ അയച്ചത്? പ്രവാചകന്മാരെ. അതുകൊണ്ടാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ തന്നെ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ആരാ മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അപ്പൊ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമാണ്. അത് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും 2 സ്ഥലത്തും 3 സ്ഥലത്തൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാ അദൃശ്യങ്ങളുടെയും ഖജനാവുകളും താക്കോലുകളും അവന്റെ കയ്യിലാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. അദൃശ്യത്തിന്റെ താക്കോലുകൾ അവന്റെ കയ്യിലാണ്. അദൃശ്യം എന്ന് പറയുന്ന ഭണ്ഡാരങ്ങളുടെ താക്കോൽ ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ അടുത്താണ്. വേറെ ആർക്കും അത് അറിയൂല. നമ്മളെ കൊണ്ട് ഡെയിലി 6 തവണ നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നുണ്ട്. എവിടെ? ഗൈബ് അല്ലാഹുക്കല്ലാതെ അറിയില്ല, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവിടെ. ആയത്തുൽ കുർസി പഠിച്ചോനെ, അതിന്റെ കാശ് അതല്ലേ. മദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അതെന്താ? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. അല്ലാഹുവിന്റെ അറിവില്ലെന്ന ഒന്നും ഇവർക്കൊന്നും തിരിയൂല, ഒന്നും അറിയൂല. അള്ളാഹു ഉദ്ദേശിച്ചത് അറിയിച്ചു കൊടുക്കും, അതല്ലാത്തൊരൊന്നും മനുഷ്യന് അറിയൂല. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്തൊരൊന്നും ഇവിടെ ആർക്കും അറിയൂല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൽമു വിശാലം. യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും. പിന്നിലുള്ളതും കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഒക്കെ അള്ളാഹ്ക്കറിയാം. നമുക്കെന്തറിയാം?